എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു ഉണക്കലരി വെച്ചിട്ടുള്ള പായസമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇതിന് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉണക്കലരി എടുക്കാം. അപ്പോൾ ഞാനിത് 1 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വയ്ക്കാം. ഒരു 3-4 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് ഒരുക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ 500 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വെള്ളത്തിലൊന്ന് പാവ് കാച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ നിന്ന് നമുക്കിതുപോലെ ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാവുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഈ അരിയും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു റോബസ്റ്റ് പഴം അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത പഴം ഏതാണെങ്കിലും നമുക്ക് എടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഏലക്ക, എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പായസത്തിന് ഒഴിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചേർത്ത് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ അരിയും ശർക്കരയൊക്കെ നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വരട്ടിയാൽ മതി കേട്ടോ. നമ്മൾ പരിപ്പിന് വരട്ടുന്നത് പോലെ അധികം അങ്ങോട്ട് വരട്ടി വരണ്ട. കുറച്ച് ലൂസാക്കി തന്നെ എടുക്കാം. കുറച്ച് അല്പം നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ 2ാം പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 നല്ല മൂത്ത നാളികേരപ്പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയും ശർക്കരയും തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് യോജിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. കുറച്ച് കട്ടിയായിട്ട് തന്നെ, അരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിയൊന്നും ആവില്ല. അത്യാവശ്യം ലൂസായിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരത്തിൻ്റെ ആദ്യത്തെ പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഈ ഉരുളിയുടെ ചൂടുകൊണ്ട് തന്നെ അത് തിളച്ചോളും. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തും കാഷ്നട്ടൊക്കെയാണ് കേട്ടോ വറുത്തിടാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചെടുക്കാം. ഇനി എന്നിട്ട് മൂത്ത നല്ല നാളികേരത്തിൻ്റെ കൊത്താണ് കേട്ടോ. അത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ മുന്തിരി ചേർക്കണില്ല കേട്ടോ. മുന്തിരി ചേർത്താൽ ചിലപ്പോൾ പായസത്തിനൊക്കെ ഒരു പുളിച്ചൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുന്തിരി ഇടുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ അരിപ്പായസത്തിൽ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴമൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഈ പായസം കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.